കുട്ടിമാരെ നമ്മളിപ്പോ എവിടെ പോ നമ്മള് അകമ്പാട ഭാഗത്ത് നിന്ന് ആട്യമ്പാറ ഭാഗത്ത് പെരുമ്പത്തൂർക്ക് പോകേണ്ട അടിയില് നമ്പൂരിപ്പെട്ടി ആ പാലത്തിന് തൊട്ട് ചാരിട്ടില്ലേ ചായ പിടിക്കണം അല്ലേ? നല്ല വൈബാണ് കാണാനല്ലേ. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഏരിയ ആണ് അല്ലേ? ആട്യമ്പാറ വെള്ളച്ചാട്ടം, അതേപോലെ കക്കാടംപൊയിലൊക്കെ. കടമ്പൂര് അപ്പുറത്തെ റോട്ടാണ്, ഇതിലേക്ക് നമുക്ക് ആട്യമ്പാറിലേക്ക് പോകുന്ന റോട്ടാണ് അല്ലേ? നല്ലൊരു നമ്മളിപ്പോ എങ്ങോട്ട് പോകണം? നല്ല അടിപൊളി 10 സെന്റിലാണ് നമ്മൾ ഈ റോഡ് സൈഡിന്റെ വക്കിന് എരുമ്പുമുണ്ട് കത്തണ്ട 10 സെന്റില് നല്ലൊരു വീട് റോഡ് സൈഡില് ഈ റോഡിന്റെ വക്കിന് നല്ല അടിപൊളി വീടാണ്. അല്ലാതെ വലിയ വില നമുക്ക് ആ വീട് നമ്മൾ ചോദിക്കണില്ല, സ്ഥലത്തിന് എന്താ വില വരുന്നത് ആ വിലക്ക വീടാണ് കൊടുക്കുക. 10 സെന്റിലല്ലേ? ഏകദേശം എത്ര വരും ഇപ്പൊ? എന്താ പറഞ്ഞത്? 25 ലക്ഷം രൂപ പറയണത്. പിന്നെ കച്ചവടം എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു അല്ലേ? 25. നേരെ ഫ്രണ്ട് വീട്ടിൽ വണ്ടി കയറ്റാൻ ഒന്ന് പോയൊക്കെ അല്ലേ? നമസ്കാരം, PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നമ്മുടെ ചുങ്കത്രക്കുടി പോരാ, നേരെ നമ്മുടെ ചന്തക്കുന്ന് ഇങ്ങനെ പോരാ. ചന്തക്കുന്ന്, അകമ്പാടം, ഇന്ന് കൂടെ നമ്മളെ ആട്യമ്പാറ പെരുമ്പത്തൂര് ഭാഗത്തുകൂടെ അങ്ങനെയും പോരാ. നല്ല നമ്മളെ പെരുമ്പത്തൂര് എരുമമുണ്ട അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഇതിലേക്ക് ഒരു 300 മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വരെ. കറുത്ത റോഡിൽ നിന്ന്, ബസ് റൂട്ട് റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്ത് 10 സെന്റില് ഒരു പഴയ വീടാണെങ്കിൽ അത്യാവശ്യം നല്ല പെയിന്റൊക്കെ ഒന്ന് അടിച്ചാൽ നല്ല ഉസാറ് വീടാണ്. ഈ വീടിന്റെ ഉൾഭാഗത്ത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി. അത്യാവശ്യം ഒരു ഹൈറ്റ്, സിറ്റ് ഔട്ട് ഒരു ഹൈറ്റ് കുറവാണെങ്കിൽ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ നല്ല കാഴ്ചയിൽ നല്ല ഹാളൊക്കെ വിശാലമായ നല്ലൊരു നീളം കൂടിയ നല്ലൊരു ഹാൾ തന്നെ കണ്ടല്ലേ. പഴയ വീടാണെങ്കിലും ഒന്ന് പെയിന്റ് അടിച്ചാൽ മാത്രം മതി, നല്ലൊരു ഭാഗത്ത് കംപ്ലൈന്റോ ഒന്നുമില്ല. അല്ലെ? നമ്മൾ കയറി വരുമ്പോ തന്നെ ഫസ്റ്റത്തെ റൂമൊക്കെ കാണാം. അത്യാവശ്യം നല്ല വലുപ്പത്തില് കണ്ടോ, വീടിന്റെ ചുമരും അതൊക്കെ കുട്ടികൾ ചിത്രപ്പണികളൊക്കെ ഉണ്ട് കണ്ടോ, നല്ലോണം ഇതാക്കിയിട്ടുണ്ട്. ചെറിയ പിഞ്ചു കുട്ടികളുണ്ടാകുമ്പോൾ ആ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു ഇതായിട്ടുണ്ട്. പിന്നെ നേരെ പോകണം നമ്മൾ ഒരു കോമൺ ബാത്റൂം ഇതിന്റെ രണ്ടിനും ഇടയിലുണ്ട്. 2 ഭാഗത്തും റൂമാണ്. ഇതിന്റെ ഇടയിലാണ് ഈ കോമൺ ബാത്റൂം കിടക്കുന്നത്. അതിന്റെ സൈഡിലായിട്ട് നല്ലൊരു റൂം ഇവിടെയുണ്ട്. പിന്നെ അതേമാതിരി ഒരു ഇടത് ഭാഗത്തും ഇവിടെ റൂമുണ്ട്. അതിന് രണ്ടിന്റെ ഇടയിലായിട്ട് ഒരു കോമൺ ബാത്റൂം, നല്ല കോമൺ ബാത്റൂം ഇപ്പൊ ഒന്ന് ഉഷാറാക്കിയതാണ്. നല്ല കമ്പനി ക്ലോസറ്റുകളൊക്കെ വെച്ച് നല്ല ഉഷാറാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എടുക്കുന്ന ആളുകൾക്ക് ഒന്ന് പെയിന്റ് അടിച്ച് ഒന്ന് ഉഷാറാക്കിയാൽ മാത്രം മതി. അപ്പൊ അത് നേരെ ഞാനിപ്പോ 2 റൂമും മൊത്തം 3 റൂമും ഇപ്പൊ ഒന്ന് കാണിച്ച് 4ാമത്തെ റൂമിലേക്കാണ് പോകുന്നത്. 4ാമത്തെ റൂമും ആ ഫസ്റ്റ് നമ്മൾ കണ്ട റൂമിന്റെ ആ ഏകദേശം ആ സ്പേസിൽ തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട്. നല്ല സൗകര്യമുള്ളതാണ്. നമ്മുടെ എരുമമുണ്ട അങ്ങാടിയിൽ നിന്ന് സ്കൂളുണ്ട്, അമ്പലമുണ്ട്, ചർച്ചുണ്ട്, ഒക്കെ ഇതൊക്കെ. ചെറിയ സ്കൂൾ തൊട്ടടുത്ത് കുട്ടികളൊക്കെ നമ്മൾ പഠിപ്പിക്കണമൊക്കെ അങ്ങ് തൊട്ടടുത്ത് കേൾക്കും. മദ്രസ തൊട്ടടുത്താണ്. എല്ലാം ഉള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ്. കിച്ചണിലേക്കാണ്. കിച്ചണിലൊക്കെ ഏറ്റവും കൂടുതലൊക്കെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് കേട്ടോ. ആലുവ അടുപ്പല്ലേ, സാധാ അടുപ്പാണ്. ചിമ്മിനൊക്കെ മുകളിലേക്ക് നല്ലൊരു വിശാലമായ നല്ലൊരു ഷോറൂം കൂടി ഉണ്ട്. സാധനങ്ങൾ നമുക്ക് സ്റ്റോക്കൊക്കെ എടുത്ത് വെക്കണമെങ്കിലും ഇത് റൂമാക്കാം. അത്യാവശ്യം നല്ല വിശാലമായ, അവിടെ നിന്ന് തട്ടിക്കാൻ നമുക്ക് റൂമാക്കണമെങ്കിൽ അങ്ങനെ ആക്കത്. അത്യാവശ്യം നല്ലൊരു സൗകര്യമുണ്ട്. അങ്ങനെ 10 സെന്റും വെള്ള സൗകര്യം. വീട്ടിൽ വരുമ്പോ തന്നെ വലതു ഭാഗത്ത് നല്ല അടിപൊളി ഇതുണ്ട്. പിന്നെ സ്ഥലം കിണറുണ്ട്, അടിപൊളി കിണർ, സൂപ്പർ വലിയ കിണറാണ്. പിന്നെ ഏകദേശം ഫ്രണ്ട് ഭാഗം വീതി നല്ല വിശാലമായ നല്ല വീതിയുണ്ട്. അത്യാവശ്യം നല്ലൊരു പഴയ വീടാണെങ്കിലും എല്ലാം ഉള്ളത് അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ നമ്മളെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നല്ല നമ്മളെ എരുമമുണ്ട അങ്ങാടിയിലാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഏരിയ ആണ് ആട്യമ്പാറ വെള്ളച്ചാട്ടം. അവിടെയൊക്കെ നല്ല ഏരിയ ആണ്. പിന്നെ കക്കാടംപൊയിലൊക്കെ ഇവിടെയൊക്കെ നമുക്ക് ഒന്ന് സെറ്റിലായില്ലേ, ഇവിടുന്നൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റിയൊക്കെ ചില ആളുകൾ അതിന്റെ വിലകളോട് പറയുന്നുള്ളൂ. ആകെ കറുത്ത റോഡിൽ നിന്ന്, ബസ് റൂട്ട് റോഡിൽ നിന്ന് ഏക നേരെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് ഈ വീടുള്ളത്. അതിന്റെ വിലകളോട് പറയുന്നുള്ളൂ. ഈ സ്ഥലത്തിന്റെ വില നമ്മളോട് പറയുന്നുള്ളൂ. ആകെ എത്ര ഉള്ളൂ? 25 ലക്ഷം രൂപ നമുക്ക് ചോദിക്കുന്നുള്ളൂ. കച്ചവടല്ലേ? ഏകദേശം നമുക്ക് 10 സെന്റിലാട്ടോ. അത് വന്നോളൂ, എടുത്തോളൂ, സ്വന്തമാക്കിക്കോളൂ.